ഹായ്. ക്രേസി കുറേ ആയി ഹിന്ദി സിനിമകളൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന അവസാനത്തെ സിനിമ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 2-3 വർഷത്തെ സിനിമകൾ ഇങ്ങനെ പെൻഡിങ് ഉണ്ട് ഹിന്ദി. അപ്പം അവസാനത്തോട്ട് കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അവസാനം ആമസോൺ പ്രൈമിൽ വന്നതാണ് ക്രേസി എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു 1.5 hours ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ക്രേസി എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് കോഹ്ലിയാണ്. ഡെബ്യൂ ഡയറക്ടറാണ്. ഈ സിനിമയ്ക്കകത്തിൽ ഒരു ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ. ത്രൂ ഔട്ട് എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും മെയിൻ ആയിട്ടൊരൊറ്റ ക്യാരക്ടർ ഈ സിനിമയിലുള്ളൂ. അത് ചെയ്തിരിക്കുന്നത് സോഹം ഷായാണ്. സോഹം ഷായെ എല്ലാവർക്കും അറിയാം. തുമ്പാടെന്ന് പറഞ്ഞ സിനിമ ഞാനിപ്പോൾ റീ റിലീസ് സമയത്ത് പോലും തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നല്ലൊരു എക്സ്പെരിമെൻ്റൽ സിനിമ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സോഹം ഷായാണ് ഇതിൽ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, സീരീസ് ഉണ്ട്, എല്ലാത്തിലും നല്ല പെർഫോമൻസ് ആണ്. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന മഹാറാണി ആണെങ്കിൽ പോലും നല്ല പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ. ഏത് റോളും ഭയങ്കര അനായാസം ചെയ്യും. അപ്പോൾ ഈ സിനിമയ്ക്കകത്തിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സർജനായിട്ടാണ് പുള്ളിക്കാരൻ. ഒരു ത്രില്ലർ റോഡ് ഫിലിമാണ് ഈ സിനിമ. ഇതിൻ്റെ ത്രെഡിലേക്ക് ഞാൻ അങ്ങനെ അധികം കയറുന്നില്ല, കാരണം 1.5 hours ഉള്ളൂ സിനിമ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ കുറച്ചൊരു 10-25 മിനിറ്റ് കുറച്ച് ലാഗ് ഉണ്ട്. ആക്ച്വലി സ്ലോ പേസ് ഫിലിമാണ്, അപ്പം കുറേ ലാഗ് ഉണ്ട്. എന്നാലും ആ ഒരു ലാഗ് വെച്ചൊക്കെ നമ്മൾ കണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ഈ സിനിമയോട് തോന്നും. അപ്പോൾ ക്ലൈമാക്സ് ഭയങ്കര ഒരു എന്താ പറഞ്ഞ നമുക്കൊരു ഫീല് തരും ഈ സിനിമ. ഇതിനകത്തുള്ളൊരു ഒറ്റ ക്യാരക്ടറേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ബാക്കിയുള്ളവരെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് വോയിസിൽ കൂടെ ആണ്. അപ്പം ഈ മെയിൽ ലീഡ് ചെയ്തേക്കുന്ന സോഹം ഷാ ഫോൺ വിളിക്കുമ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറച്ച് വോയിസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ മലയാളത്തിൽ നിന്ന് നിമിഷ സജയൻ്റെ ആണെന്ന് തോന്നുന്നു വോയിസ്. അപ്പോൾ കാസ്റ്റ് ലിസ്റ്റിൽ നിമിഷ സജയൻ എന്നാണ്, അതിനകത്തിൽ കാണിച്ചിരിക്കുന്നതും നിമിഷ സജയൻ്റെ ഫോട്ടോയാണ്. അപ്പം നിമിഷ തന്നെ ആണെന്ന് തോന്നുന്നത് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. അധികം ത്രില്ലൊന്നും കിട്ടിയില്ലെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു ഇമോഷണൽ ഐറ്റം ഈ സിനിമയ്ക്കകത്തിൽ കിട്ടും. ചെറിയൊരു സിനിമയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിലാണ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്.